ഒരു പൂവിന് നിറം എവിടെ നിന്നാണ് വരുന്നത്? പൂവിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളിൽ നിന്നോ? ഒരു കഥ പറയാം. കുഞ്ഞ് തൻ്റെ വീട്ടുമുറ്റത്തെ പൂന്തോട്ടത്തിൽ നിൽക്കുകയാണ്. ആ വൈകുന്നേരത്തിൽ പല നിറത്തിലുള്ള പൂവുകൾ ഇളങ്കാറ്റിൽ ഇളകിയാടിക്കൊണ്ടിരുന്നു. അന്ന് രാത്രി വൈദ്യുതി പോയി. ചുറ്റിലും ഇരുട്ട് പടർന്നു. അവൻ പൂന്തോട്ടത്തിലേക്ക് നോക്കി അമ്പരന്ന് നിന്ന് അവൻ സ്വയം ചോദിച്ചു, പൂവുകളുടെ നിറം എവിടെ പോയി? അവൻ വീട്ടിനുള്ളിലേക്ക് ഓടി. അമ്മയെ വിളിച്ചു. പൂക്കൾ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അമ്മ ഒരു വിളക്ക് തെളിച്ചു അവൻ്റെ കയ്യിൽ കൊടുത്തു. വെളിച്ചം പൂന്തോട്ടത്തിലേക്ക് വീണുകൊണ്ടിരുന്നു. പൂക്കൾ ഓരോന്നായി മടങ്ങി വരും പോലെ. ചുറ്റിലും മഞ്ഞയും നീലയുമായി പൂക്കൾ വീണ്ടും ചിരിതൂകുന്നു. കുട്ടി അത്ഭുതത്തോടെ അമ്മയോട് ചോദിച്ചു, പൂവുകളൊന്നും എങ്ങും പോയിട്ടില്ലല്ലോ, ഇരുട്ട് കൊണ്ടാണ് അവ കാണാനാകാത്തതല്ലേ? അമ്മ ചിരിച്ചു. നിറം പൂവിലല്ല കുഞ്ഞെ, വെളിച്ചത്തിലൂടെയും നിന്റെ കണ്ണിലൂടെയും മാത്രം നിറം നീ അനുഭവിക്കുന്നു. ഒരു ശാസ്ത്രസത്യമുണ്ട്. പൂക്കൾക്ക് നിറമില്ല. പൂക്കളിലെ വർണ്ണഗണങ്ങൾ ചില തരത്തിലുള്ള വെളിച്ചത്തെ ആഗിരണം ചെയ്യുന്നു, ചില തരത്തിലുള്ള വെളിച്ചത്തെ തിരിച്ചയക്കുകയും ചെയ്യുന്നു. ചുവന്ന പൂവ് ചുവന്ന വെളിച്ചത്തെയും മഞ്ഞപ്പൂവ് മഞ്ഞ വെളിച്ചത്തെയും വെളിച്ചം കണ്ണുകളിലേക്ക് എത്തുകയും മസ്തിഷ്കത്തിലേക്ക് വിവരങ്ങൾ പോവുകയും ചെയ്യുമ്പോൾ നിറം എന്ന തോന്നലുണ്ടാകുന്നു. പൂവ് വസ്തുവായി നിലനിൽക്കുന്നു, അനുഭവിക്കുന്നവനില്ലെങ്കിൽ അവയ്ക്ക് അർത്ഥമില്ല. ഇവിടെയാണ് ഉപനിഷത്തിൻ്റെ ആഴത്തിലുള്ള സത്യം ആരംഭിക്കുന്നത്. ചക്ഷുഷ ചക്ഷു, കണ്ണിൻ്റെ കണ്ണ്, അതാണ് സത്യം. കാണുന്നതൊക്കെയും കാണുന്നവൻ്റെ ബോധത്തിലൂടെയാണ് അനുഭവവേദ്യമാകുന്നത്. പൂവ് അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ വെളിച്ചമില്ലെങ്കിൽ നിറമില്ല, കാണുന്നവനിൽ ദൃശ്യമില്ല. അതുപോലെയാണ് ജീവിതവും. സുഖവും ദുഃഖവും സൗന്ദര്യവും വിരസതയും ലോകത്തിൽ ഉണ്ടാകുന്നതല്ല, നാം എങ്ങനെ അതിനെ കാണുന്നു എന്നതിലാണ് അവ നിലനിൽക്കുന്നത്. ലോകം മാറുന്നില്ല, മാറുന്നത് നമ്മുടെ ദൃഷ്ടിയാണ്. ഇനി നിങ്ങൾ എന്തെങ്കിലും കാണുമ്പോൾ, ഒരു പൂവ്, ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ, ചോദിച്ചു നോക്കൂ, ഇത് യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണോ കാണുന്നത്? കാരണം ദൃശ്യമുള്ളത് കാണുന്നവനുണ്ടെങ്കിൽ മാത്രമാണ്. കേനോപനിഷത്ത് ഇങ്ങനെ പറയുന്നു, ചെവിയുടെ ചെവിയായതും മനസ്സിൻ്റെ മനസ്സായതും വാക്കിൻ്റെ വാക്കായതും പ്രാണൻ്റെ പ്രാണനായതും കണ്ണിൻ്റെ കണ്ണായതുമാണ് ആ സത്യം. ബ്രഹ്മമെന്നോ ബോധമെന്നോ ആത്മാവെന്നോ ഇഷ്ടം പോലെ വിളിച്ചോളൂ, കാരണം അത് സത്യമാണ്.